ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും ട്രംപിന്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച എടുത്തു. ആ ചർച്ച കഴിഞ്ഞ ദിവസമായപ്പോൾ പൊളിഞ്ഞുപോയി. അതായത് കഴിഞ്ഞ ദിവസം ട്രംപിന് നല്ല മൂഡായിരുന്നു. ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ ട്രംപ് ഒരു AI ചിത്രങ്ങളൊക്കെ ഇട്ട് ഹോർമൂസിലേക്ക് ആക്രമണം നടത്തുന്ന പടമൊക്കെ ഇട്ട് പുറത്തു വന്നു. അപ്പോഴേക്കും വീണ്ടും ചിത്രം മാറി മറിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ താഴെ പോയി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുതിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും ബിജു ചേട്ടനോട് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു സബ്ജക്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിക്കും, ചേട്ടാ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് യുദ്ധം തീരുകയാണ്, ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, കരാർ. അപ്പൊ ബിജു ചേട്ടൻ പറയും, എടാ നിനക്ക് വട്ടാണോ, ട്രംപ് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എന്ന് എന്തെങ്കിലും നടക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഇറാൻ പറയട്ടെ, അതായത് ട്രംപ് പറയും, ട്രംപ് ഇപ്പൊ പറയുകയാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷെ ഇന്ത്യ പറയണമല്ലോ. അതുപോലെ ഇറാൻ പറയട്ടെ, ഇറാൻ. അപ്പൊ ഞാനിപ്പോ രാവിലെ എഴുന്നേറ്റ് ഇറാൻ ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ കാണാം, ഇന്ന് രാവിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ കുതിച്ചു വരുന്ന കണ്ടപ്പോൾ ഞാൻ വാർത്ത എടുത്ത് നോക്കിയപ്പോ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഈ കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി, കാരണം ഇരിക്കുകയാണല്ലോ എന്നുള്ള ഒരു വലിയ ശുഭോർത്ഥകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ലോകം ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണെന്നാണ് പറയുന്നത്. ട്രംപ് തന്റെ 80ാമത്തെ ജന്മദിനത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ലോകത്തിലെ കപ്പലുകൾ വീണ്ടും ഇറങ്ങട്ടെ, ആ ചക്രങ്ങളൊക്കെ ഉരുളട്ടെ, അതിന്റെ എഞ്ചിനുകൾ വീണ്ടും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കട്ടെ, വീണ്ടും എണ്ണ ഒഴുകട്ടെ ലോകത്തിലേക്ക് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ പറഞ്ഞു ശരിയായിക്കോട്ടെ, ഞങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി തുടരുന്ന ഈ സംഘർഷം അവസാനിക്കുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ബിജുചേട്ടാ. US പ്രസിഡന്റ് ട്രംപ് സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹാസിം ഗാരിബാബാബി അദ്ദേഹം ശരിവച്ചിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നിബന്ധനകളോടുകൂടിയാണ് ഇത് ശരിവച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഹോർമുസ് കടലിടുക്കിലൂടെ ടോൾ ഫ്രീ ആയിട്ട് കപ്പലുകൾ കടത്തിക്കൊണ്ടുപോകണം, എഞ്ചിനുകൾ ആരംഭിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ ഉറച്ച നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. ട്രംപാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇറാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിനിടയിലും ഇറാൻ തങ്ങളുടെ നിലപാട് മാറ്റി പറയുന്നില്ല. ഈ കരാറിൽ അമേരിക്കയെ അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട് എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗാരിബാബാദി ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക ആദ്യം തങ്ങളുടെ മേലുള്ള സാമ്പത്തിക ഉപരോധം നീക്കി പിടിച്ചെടുത്ത ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടയച്ചാൽ മാത്രമേ ചർച്ചയിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് ഇറാൻ ഇപ്പോഴും അസന്നിഗ്ധമായി പറയുകയാണ്. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇറാൻ ആദ്യം പരിശോധിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജൂൺ 19-ാം തീയതി ഇവർ രണ്ടുപേരും ചരിത്രത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു 49 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ ഒരു ടേബിളിലേക്ക് എത്തുകയാണ് വീണ്ടും അമേരിക്കയും ഇറാനും സംസാരത്തിന് വേണ്ടി. വെള്ളിയാഴ്ച കരാർ ഒപ്പിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോഴും കാർമേഘങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. കാരണം ഇറാന്റെ യുറേനിയം അതൊരു വലിയ വിഷയമാണ്. അതിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ നിലപാട് അതൊരു വലിയ വിഷയമാണ്. അപ്പൊ അതിനിടയിൽ ഇന്ന് കണ്ട ഒരു വാർത്ത, ട്രംപ് ഇസ്രായേലിനോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഒന്ന് നിർത്തണം. നമ്മൾ ഏതോ ഒരു സിനിമയില് മഞ്ഞളി ടാർസൂസ്, ഭീമന്റെ വഴിയാണെന്ന് തോന്നുന്നു, മഞ്ഞളി ടാർസൂസ്, അത് സുരാജാണ്, എന്റെ പൊന്ന് എസ്തപ്പാനോസെ ഒന്ന് നിർത്ത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ട്രംപ് ഇറാനോട് അപേക്ഷിച്ചിരിക്കുന്നത്. ഒന്ന് നിർത്ത്, എന്റെ കരാറ് വഴി മുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ആരാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്, ആരാണ് ഇതിൽ പരാജയപ്പെട്ടത്? ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രേക്ഷകരോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം കഴിഞ്ഞ 108 ദിവസമായിട്ട് നമ്മൾ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, ഇറാൻ അമേരിക്ക യുദ്ധം. ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒരു സന്തോഷകരമായ ഒരു ദിവസമാണ്. ഇന്നത്തെ കൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് ഈ വാർത്തകൾക്ക് കൊടുക്കാമെന്നാണ് കരുതുന്നത്. തൽക്കാലത്തേക്കെന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഇവര് സമാധാന കരാറിലേക്കല്ല ധാരണയിലേക്കാണ് എത്തുന്നത്. കരാറില്ല, രണ്ടാണ് കരാറും ധാരണയും. രണ്ട് പേജുള്ള ഒരു ധാരണ. അത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന സാധനം തന്നെ മുമ്പ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ധാരണ മാത്രമേ ഉള്ളൂ. കാരണം കരാർ എന്ന് പറയുമ്പോൾ അത് വിശദമായിട്ട് ഒരുപാട് വിഷയങ്ങൾ, മനുഷ്യ നേരത്തെ സൂചിപ്പിച്ച് യുറേനിയം അടക്കമുള്ള വിഷയങ്ങൾ വരാനുണ്ട്. അത് പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കരാർ വരുന്നത്. കരാറല്ല, ഇത് ധാരണയാണ്. പക്ഷെ നമ്മൾ മാധ്യമങ്ങളൊക്കെ അത് കരാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, കരാറായാലും കുഴപ്പമില്ല. അപ്പം ഈ 108 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച്, ഈ പ്രേക്ഷകരും നമ്മളും എല്ലാം ഒരുമിച്ച് ഇറാന്, മിഡിൽ ഈസ്റ്റ്, ഒപ്പം തന്നെ ഇസ്രായേലിലൊക്കെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. നമുക്കത് താത്തുവെക്കാൻ സമയമായിരിക്കുന്നു, ഷോർട്ട് ബ്രേക്കിന് സമയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. വളരെ സന്തോഷകരമായ വാർത്ത. സമാധാനം ഉണ്ടാകട്ടെ. ട്രംപിന്റെ ഇന്ന് ബർത്ത്ഡേ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബർത്ത്ഡേ മുതൽ അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്നും കൂടെ നമുക്ക് ആശംസിക്കുന്നു. ഏതായാലും ഇപ്പൊ ധനുഷ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയണം. ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു.
വമ്പൻ ശക്തി അല്ലെ ഈ നട്ടലുള്ളവരോട് ഏറ്റുമുട്ടി അമേരിക്ക വീണ്ടും പരാജയപ്പെടുന്ന ഒരു രാജ്യം ആയി, അല്ലെങ്കിൽ അമേരിക്കയെ മുട്ടുകുത്തിക്കുന്ന ഒരു രാജ്യമായി ഇറാൻ മാറി എന്ന് പറയേണ്ടി വരും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഫെബ്രുവരി 25-നും 26-നും 27-നും ഒക്കെ നമ്മൾ ഈ സബ്ജക്ട് തന്നെയാണ് എടുത്തത്. 28-നാണ് ആക്രമണം തുടങ്ങുന്നത്, ഫെബ്രുവരി 28-ന്. അപ്പോഴും ഇതേ ചോദ്യം വരുന്നപ്പോൾ ഞാനന്ന് ഇവിടെ പറയുകയുണ്ടായി, ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല, അവര് യുദ്ധം ചെയ്ത് പോരാടിയും വന്നൊരു ജനമാണ്. ആ ജനത്തിനെ തകർത്തുകൊണ്ട് അവിടെ ഒരു ഭരണം അട്ടിമറിക്കാൻ കഴിയില്ല, പിടിച്ചെടുക്കാനും കഴിയില്ല. കാരണം പോരാടി വരുന്നൊരു ജനതയാണ്, ഒരു വലിയ ചരിത്രം പേറുന്ന ജനതയാണ്, ഒരു വലിയ കൾച്ചർ സിസ്റ്റം. നമ്മുടെ ഭാരതം പോലെ തന്നെ പഴക്കമേറിയ ഒരു ചരിത്രമുള്ള ഒരു രാജ്യമാണ്. അവിടെ പോരാട്ട വീര്യമുള്ള ജനം. എനിക്ക് തോന്നുന്നത് ഇറാനിയൻ പെൺകുട്ടികൾ പോലും, ഇറാനിയൻ സുന്ദരികൾ വളരെ ഫേമസ് ആണ് ലോകത്ത്, വളരെ സുന്ദരികളുമാണ്, ഒപ്പം തന്നെ ധൈര്യത്തിന്റെ അടയാളങ്ങളുമാണ് അവർ നടത്തിയ സ്ട്രൈക്കുകളൊക്കെ തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല ഹിജാബിനെതിരെ. അപ്പൊ അത്രയും പോരാട്ട വീര്യമുള്ള സ്ത്രീകളും പുരുഷന്മാരും. പിന്നെ രാജ്യം എന്നൊരു ഏക മനസ്സുണ്ട്. നമ്മൾ സാധാരണ ഈ അറബ് കൺട്രീസിലൊന്നും കാണാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അറബ് കൺട്രീസിൽ സാധാരണഗതിയിൽ ജനങ്ങൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് സിറിയയിലും ഒപ്പം തന്നെ ഇറാഖിലും യമനിലുമൊക്കെ കടന്ന് വളരെ നിഷ്പ്രയാസം കയറി അവർക്ക് അവരുടെ കാര്യം നടത്തി പോകാൻ കഴിഞ്ഞിരുന്നു. കാരണം ജനം ഇല്ലായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ പോലും ഒരു പരിധിവരെയൊക്കെ അവർക്ക് മുന്നേറാൻ പറ്റിയിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അത് മാറുന്നു. അഫ്ഗാനിസ്ഥാനിലും ഒടുവിൽ ആ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നതിന്റെ ഫലമായിരുന്നല്ലോ അവർക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ ഇറാനിലെ ജനം ഒറ്റക്കെട്ടായിട്ട് ഈ ഇറാൻ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുകയും അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കൊരു അടിയറവ് പറയേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അടിയറവ് എന്ന് നമുക്ക് പറയുമ്പോൾ കായികപരമായിട്ടല്ല, ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. അമേരിക്കയെ സംബന്ധിച്ച് ഇതിനൊരു പുതുമയൊന്നുമില്ല. അമേരിക്കയ്ക്ക് പരാജയം നേരിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. അമേരിക്ക കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളുടെ മേലിലാണ് ഈ വിജയം ഭരിക്കുന്നത്. അതൊരു വലിയ പർവ്വതീകരിച്ചിട്ടാണ്. ഇത്രയും നാൾ 108 ദിവസം കടന്ന് അടിയും പിടിയും ഉണ്ടാക്കിയിട്ട് ഇറാനിൽ ഇവർ പറഞ്ഞ ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവരാണോ നാളെ ചൈനയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്, റഷ്യയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്? ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വീഴും. മഡൂറെ പോലുള്ളവോ വെനസ്വലെ പോലെയുള്ള രാജ്യങ്ങൾ വീഴും. എന്നതിൽ കവിഞ്ഞ് അപ്പുറത്ത് സ്വാഭാഭിമാനമുള്ള അല്ലെങ്കിൽ ധൈര്യശാലികളായ ഒരു ജനതയും ആ ജനത പിന്തുണയ്ക്കുന്ന ഭരണകൂടവും ഉള്ളിടത്തോളം കാലം ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വ്യക്തമായി തന്നൊരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. ഈ യുദ്ധം എങ്ങനെ തുടങ്ങി, യുദ്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ഈ യുദ്ധത്തിൽ അമേരിക്ക പറഞ്ഞത് ഇറാന്റെ കൈവശം ആണവായുധങ്ങളുണ്ട്, അത് പൂർണ്ണമായി ഇല്ലാതാക്കുക, സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾക്ക് നൽകുക. മൂന്നാമത്തെ കാര്യം ഭരണകൂടത്തെ അട്ടിമറിക്കുക. അതിനു വേണ്ടിയിട്ട് അതിന് 2 മാസം മുമ്പ് തന്നെ ഭരണവിരുദ്ധ റാലികളും ഭരണവിരുദ്ധ കലാപങ്ങളും മറ്റും അനവധി ഇറാനിൽ നടത്തുകയുണ്ടായി. ഇന്ന് ഇവരുടെ വാക്കും കേട്ട്, ട്രംപിന്റെ ഒക്കെ വാക്കും കേട്ട് കലാപത്തിനിറങ്ങിയവരുടെ അവസ്ഥ എന്താണ്? കുറെ അധികം പേരെ അവര് തൂക്കിക്കൊന്നു, കുറെ അധികം പേരെ വെടിവെച്ചു കൊന്നു. ഇനി അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ട്രംപിന് നെതന്യാഹു അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമോ? ഇവരുടെ വാക്കും കേട്ട് കലാപത്തിനിറങ്ങിയവർക്ക് ഇല്ല. ആ ഭരണകൂടത്തിന് ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആകെ ചെയ്യാൻ കഴിഞ്ഞത് ഖമേനിയെ വധിച്ചു എന്നുള്ളതാണ്. ആ ഖമേനിയെ വധിച്ചത് അമേരിക്കയ്ക്ക് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു എല്ലാ കാലവും. ഇപ്പോഴും അത് നഷ്ടക്കച്ചവടം തന്നെയാണ് അത്. കാരണം ഖമേനിയെ വധിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ യുദ്ധം ഇതിനു മുമ്പേ തീർന്നേനെ. കാരണം ഇവർക്ക് ചർച്ചയ്ക്കും അക്സസ് ചെയ്യാനും ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ട്. ഖമേനിയുടെ നേതൃത്വത്തിൽ, പെഷസ്കിയാന്റെയും ഇല്ലെങ്കിൽ അരാക്ചയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സ്ട്രോങ് ഭരണകൂടം ഉണ്ടായാൽ. ഇന്നിപ്പോ അത് ഇല്ലാതായി മാറിയില്ലേ? ഖമേനി പോയതോടുകൂടി ആ ജനം കംപ്ലീറ്റ് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞില്ലേ? ഖമേനി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരുമായിരുന്നു. രണ്ടാമത്, ഇറാൻ തുടക്കം മുതൽ പറയുന്നത് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ അവസാനം ഈ കരാർ ഒപ്പിടുമ്പോഴേക്കും നേട്ടം ഇറാന് തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. കാരണം അവിടെ തടഞ്ഞു വെക്കപ്പെട്ട സ്വത്ത് അതിന്റെ $24 ബില്യൺ ഇപ്പോൾ ഉടനെ കൊടുക്കും. പിന്നെ മറ്റു രാജ്യങ്ങൾ കൊടുക്കാനുള്ള തുകയും കൊടുക്കും. ഇറാന് ഉപരോധത്തിൽ ഇളവ് കൊടുത്തിട്ട് എണ്ണക്കച്ചവടം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇപ്പൊ കൊടുക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ അവിടെ നിന്ന് അമേരിക്ക അവരുടെ സൈന്യത്തെ പിൻവലിക്കുന്നു ഘട്ടം ഘട്ടമായി 30 ദിവസത്തിനുള്ളിൽ. ഇതിൽ ആരാണ് ജയിച്ചത്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമല്ലോ. ഇവിടെ പലരും പറയുന്നുണ്ട് ഇറാനെ മുട്ടുകുത്തിച്ചു. എവിടെയാണ് മുട്ടുകുത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത. മുട്ടുകുത്തിക്കണമെങ്കിൽ ഇവരാദ്യം പറഞ്ഞ ഡിമാൻഡുകളെല്ലാം ഇറാൻ അംഗീകരിക്കണമായിരുന്നു. ഭരണകൂടം മാറുന്നത് പോട്ടെ, അത് അവരുടെ അഭ്യന്തര വിഷയമാണെന്ന് പറയാം. ആണവ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തും. സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കണം അല്ലെങ്കിൽ തരണം. 440 കിലോ സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്ന് പറയുന്നു. അത് തരില്ല എന്ന് ഇറാൻ എന്നും പറയുന്നുണ്ട്. അതിന്റെ അളവ് ഞങ്ങൾ കുറയ്ക്കാം, അതിന്റെ ഒരു കപ്പാസിറ്റി ഞങ്ങൾ കുറയ്ക്കാം, ഈ 60% സമ്പുഷ്ട യുറേനിയം എന്നുള്ളത് ഞങ്ങൾ വളരെ കുറച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ഒന്നുമില്ല ഇതിനകത്ത്. ഇപ്പൊ നടന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ട്രംപിന് ചില സ്വകാര്യമായ അല്ലെങ്കിൽ സ്വാർത്ഥമായ ചില മോഹങ്ങളുണ്ട്. എണ്ണ കച്ചവടം തന്നെ, എണ്ണയിലെ കണ്ണെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ നീക്കങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഇനി ഇസ്രയേലിൽ ലാഭം ഉണ്ടായെന്ന് വെച്ചാൽ ലാഭം ഉണ്ടായി.
കാരണം ഇസ്രായേൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ലെബനന്റെ അവർക്ക് ആവശ്യമുള്ള ഭാഗം ഒഴിപ്പിച്ചെടുക്കാൻ അവർക്ക് പറ്റി. ഒഴിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, അവരുടെ യൂണിറ്റുകൾ അവിടെ ഇപ്പോൾ നിയമപരമായി തന്നെ നിലനിർത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കരാർ, അവരൊരു 45 ദിവസത്തെ വെടിനിർത്തൽ കരാറുണ്ടല്ലോ ലെബനനുമായിട്ട് ഇസ്രായേലും. ആ കരാറ് പൂർത്തിയാകുന്നവർ ഇവരുടെ യൂണിറ്റിന് അവിടെ, അതായത് ഈ ഇസ്രായേലിന്റെ സൈനിക യൂണിറ്റിനോടെ വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു സംവിധാനം അവരുണ്ടാക്കിയെടുത്തു. ഗസയുടെ 70% ഗസയെ കുറിച്ച് ആരും ഇതിനിടയ്ക്ക് അറിഞ്ഞു പോലും ഇല്ല. അവിടെ നടത്തിയ പണികളും അവിടെ നടത്തിയ വെടിവെപ്പ് വന്നു. അതിന്റെ ഒരു 70% അവർ ഒഴിപ്പിച്ചു. അവരുടെ ഭാഗങ്ങളെല്ലാം അവർ സേഫ് ആക്കി എടുത്തു. അവർക്ക് ലാഭം കിട്ടി. ബാക്കി ആർക്കും ഇതിനകത്ത് ലാഭം കിട്ടിയത്? ആർക്കും ഇതിനകത്ത് ലാഭം കിട്ടിയില്ല. യുഎസിന്റെ ആധിപത്യം ഇപ്പോഴും ഇറാന്റെ പക്കൽ തന്നെയാണ്. അതിനകത്ത് അവർ പിടിമുറുക്കുന്നതോടുകൂടിയാണ് ട്രംപിന് നിക്കക്കള്ളിയില്ലാതെ ഈ ഒരു കരാറിലേക്ക് എത്തേണ്ടതായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ട്രംപിന്റെ ചിലപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാനെ പോലെ തന്നെ ഇറാനിലും ചില ബിസിനസ് ഡീലുകൾ ട്രംപ് ഇതിനകത്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ടാകും. അങ്ങനെയാണ് കേൾക്കുന്നത്. 4ഓളം കമ്പനികൾ ഇറാനുമായി ചേർന്ന് എണ്ണ കച്ചവടം ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഏതായാലും ഈ എണ്ണ കച്ചവടം ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്തയാണ്. അവിടെ യുദ്ധം തീരുന്നതും സന്തോഷകരമായ വാർത്തയാണ്. ചബ്ബാർ തുറമുഖം അടക്കമുള്ളിടത്തെ വർക്കുകൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും മറ്റുമൊക്കെ കഴിയും. പക്ഷെ എത്ര നാൾ എന്നുള്ളതാണ് ഈ സമാധാന കരാർ. ഏതായാലും ഈ സമാധാന കരാർ പൂർണ്ണമായി ശാശ്വതമായ ഒരു കരാറിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. കാരണം ലെബനനിലേക്ക് ഇന്നലെയും ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് നടത്തി. അത് സ്വാഭാവികമായി ഇറാനെ ചൊടിപ്പിക്കും. ഈ ഇസ്രായേൽ ഇങ്ങനെ നിലനിൽക്കുന്നു. ഇന്നിപ്പോ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇറാന്റെ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ 2 മണിക്കൂറിനകം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്ത് കാണില്ലായിരുന്നു ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ ഇറാന്റെ കയ്യിൽ അതില്ല. ഇതും പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരെ ആക്രമിച്ചത്. ഇത് തന്നെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇറാഖിന് ഇവരെ ആക്രമിച്ചത് എന്തിനായിരുന്നു? രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് രാസായുധം കിട്ടിയോ? കിട്ടിയില്ല. ഇവര് അഫ്ഗാനിസ്ഥാനിൽ കയറിയത് എന്തിനായിരുന്നു? സുശക്തമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാക്കാനാണ്. എന്നിട്ട് അത് താറുമാറാക്കിയിട്ട് പോയി കളഞ്ഞില്ലേ? അതാണ് ഞാൻ പറയുന്നത്. വലിയ ഒരു ജനതയുടെ മുമ്പിൽ ഇവരെങ്ങും ജയിച്ചിട്ടില്ല. വീണ്ടും അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇതിലൊരു എനിക്കൊരു സംശയം ഉണ്ടാവുന്നത്, ഈ യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ട്, അത് അവര് ആണവായുധമാക്കി ഉണ്ടാക്കും എന്ന് പറയുന്ന ആ ഒരു സംശയം, അതിൽ മാത്രം ഞാനൊരു ന്യായമായിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. കാരണം അത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാൻ ഇപ്പോൾ ഇസ്ലാമിക റവല്യൂഷന് ശേഷം ഇസ്രായേലിന്റെ വലിയ ശത്രുവായി മാറിയിരിക്കുകയാണ്. മതപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങളെങ്കിലും ഇടപെട്ട് ആ ഒരു ആശങ്ക പരിഹരിക്കേണ്ടേ. ബേസിക് ആയിട്ടുള്ള കോർ വിഷയം ഇതാണല്ലോ. കാരണം ഇസ്രായേൽ ഭയക്കുന്നു, ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ, യുറേനിയം വെച്ച് ഉണ്ടാക്കുമോ, അവർക്ക് നേരെ പ്രയോഗിക്കുമോ എന്നുള്ള അതൊരു ന്യായമായിട്ടുള്ളൊരു ആശങ്കയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇസ്രായേലിന്റെ ആശങ്ക അകറ്റാനുള്ള ഒരു നീക്കം ഏതെങ്കിലും ഭാഗത്തു നിന്ന്, ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇറാൻ തന്നെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കണ്ടേ? കാരണം ഇല്ല, ഞങ്ങൾ അങ്ങനെ ആക്രമിക്കില്ല, എന്തായിരിക്കും? ഇല്ല, ഉണ്ട്. അത് ഇറാൻ തുടക്കം മുതലേ തന്നെ പറഞ്ഞു. ഇപ്പോഴും അവരത് തന്നെ പറയുന്നുണ്ട്. അത് കരാറിൽ ഇല്ലെന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രശ്നം. അവരിപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇറാൻ പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല, അത് കരാറിന്റെ ഭാഗവുമാണ്, ഞങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെ ഊർജ ഏജൻസിക്ക്, ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ ഏജൻസിക്ക് ഞങ്ങളുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാം. ഇവർ ജനീവയിൽ വെച്ച് ഒരു ചർച്ച നടത്തിയായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ഡിസംബർ 26-നും 27-നും. അതിന്റെ പിറ്റേ ദിവസമാണല്ലോ അടിയടക്കം. അന്ന് ചർച്ച നടത്തിയപ്പോൾ എന്താണ് ഇറാൻ പറഞ്ഞത്? നിങ്ങൾക്ക് വേണമെങ്കിൽ, അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ആണവ റിയാക്ടറുകൾ നടത്തിക്കോളൂ, ഞങ്ങൾ അനുവദിക്കുന്നു, ഞങ്ങൾക്ക് ഊർജം മതി, നിങ്ങൾ നടത്തി തന്നാലും മതി, നിങ്ങളുടെ ആണവ പ്ലാന്റുകൾ വരട്ടെ എന്നല്ല അവർ അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ അവർ പറഞ്ഞില്ല, നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആയുധം ഉണ്ടാക്കില്ല. ഈ ഒരു ഉറപ്പല്ലേ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇസ്രായേൽ പറയുന്നത് ഈ ഉറപ്പില്ല ഇപ്പോൾ ഉള്ള കരാർ. ഈ 60 ദിവസത്തിനും ഈ ഉറപ്പ് ഇറാന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പണിവാളും. പിന്നെ സമ്പുഷ്ട യുറേനിയം അത് ഇറാൻ കൊടുക്കാൻ പോകുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു രാജ്യം സമ്പുഷ്ട യുറേനിയം ശേഖരിക്കണമെങ്കിൽ ആ രാജ്യം വർഷങ്ങളോളം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പ്രയത്നിച്ച് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ആ സാധനം. അത് ഇന്ന് നാളെ വന്നിട്ട് ഒരാളുടെ അടുത്ത് എടുത്തല്ല നിങ്ങൾ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒരു രാജ്യവും സമ്മതിക്കില്ല. ഇനി അവരത് മറിച്ച് കൊടുത്താൽ പോലും എടുക്കാൻ ആളുണ്ട്. അപ്പൊ പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇത് അതാരും ചെയ്യില്ല. പക്ഷെ അവർ ഈ ആയുധം ഉണ്ടാക്കില്ല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇസ്രായേലും അമേരിക്കയ്ക്കും ഒരു അറ്റാക്ക് ചെയ്യാൻ, അതാ ഞാൻ പറഞ്ഞത്, അടുത്ത അടിക്കുള്ള ഒരു വഴി വെട്ടിയിട്ടിട്ടുണ്ട്. അത് ഒന്നിതാണ്, യുറേനിയവുമായിട്ടുള്ള വിഷയമാണ്. ഇനി വരാൻ പോകുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഇറാനിൽ ടെഹ്റാനിലൊക്കെ ആയിരുന്നു കേട്ടിരുന്നെങ്കിൽ, ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മാറുന്നത് ഹോർമുസ് ആണ്. ഹോർമുസ് ഇപ്പോൾ ഒരു യുദ്ധ കളമായി ഒരുങ്ങി എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ മറ്റൊരു ഫലം. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പലയിടത്തും പാളുന്ന ഒരു കാഴ്ച നമ്മൾ ഈ യുദ്ധത്തിൽ കണ്ടു. മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ, പ്രത്യേകിച്ച് GCC കൺട്രീസിലെല്ലാം ഇറാൻ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമല്ല. ഇസ്രായേലിൽ പോലും, ഇസ്രായേലിൽ നിന്നല്ല, സൈപ്രസിലും
മഡഗാസ്കറിലും ഒപ്പം തന്നെ ജോർദാനിലും അടക്കം ഇറാന് മിസൈലുകൾ പായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമല്ല. പിന്നെ F-16, F-35 വിമാനങ്ങൾ അടിച്ചിടുക ഇറാന് പറ്റി എന്നുള്ളതും ചെറിയ കാര്യമല്ല. അങ്ങനെ ഇറാന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പരിമിതമായ സംഭവങ്ങൾ വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഏറെക്കുറെ പ്രാകൃതമായിട്ടുള്ള എക്വിപ്മെന്റ്സ് വെച്ചുകൊണ്ട് അവർക്ക് ഈ അമേരിക്ക പിടിച്ചു നിർത്താൻ കഴിഞ്ഞു 108 ദിവസം. അമേരിക്ക വിചാരിച്ച പോലെ ഈസി വാക്ക് ഓവറല്ല. ഈ അവസരത്തിൽ ധനുഷ് പണ്ട് ചോദിച്ചൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഇറാൻ അമേരിക്ക കടന്നു കയറി അവർ കരയുത്തൊക്കെ ആരംഭിച്ച് പിടിച്ചെടുക്കില്ലേന്ന്. അന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാൻ. വളരെ വിശാലമായ ഒരു രാജ്യമാണ്. ജനതയ്ക്ക് അതിവിശാലമായ ഒരു ദേശീയതയുണ്ട്, ദേശീയ ബോധവുമുണ്ട്. അങ്ങനെയുള്ള അമേരിക്ക നാളെ ഇനിയിപ്പോ ചിലരൊക്കെ പറയത്തില്ല, നാളെ ഇന്ത്യക്കെതിരെ വരും, ഇന്ത്യയെ പിടിച്ചെടുക്കും. നടക്കുവോ? നടക്കില്ല. ഇനി ഇതിന്റെയൊക്കെ 100 ഇരട്ടി ആധുനിക ആയുധങ്ങളുള്ള ചൈനയാണ്. ആ ചൈനയായിട്ട് ഇവർ പിടിച്ചു നിൽക്കുവോ? ഇല്ല. ചൈനയായിട്ട് ഇവർക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ നാറ്റോ സഖ്യത്തെ മുഴുവൻ കൊണ്ട് കളത്തിലിറക്കി ഇന്ത്യയുടെയും കൂടെ സഹായമില്ല, ഒരു പണി നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, റഷ്യ എടുത്ത് പിന്നെ മുട്ടാൻ പോവില്ല. കാരണം പുള്ളിക്ക് ഈ മോളും കീഴും നോക്കുന്ന കക്ഷി അല്ലാത്തത് കൊണ്ട് ഈ ഉള്ള കയ്യിലിരിക്കുന്ന ആണവായുധങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ വാരി വലിച്ചടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോവില്ല. ഇനിയിപ്പം ട്രംപിന് ചെയ്യാൻ കഴിയുന്ന വല്ല ക്യൂബ ആയിരിക്കും ഇനി അദ്ദേഹം അടുത്ത് നോക്കാൻ പോകുന്നു. ആ പാവങ്ങളാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, ക്യൂബ പിടിക്കുന്നു, അവിടെ പോയി 2 ബോംബിടുന്നു, ക്യൂബ പിടിച്ചടക്കി പുള്ളി എന്ന് ആത്മനിർവൃതി അടയി. അപ്പോഴത്തേനെ അതുകൊണ്ട് ഇറാൻ അടുത്തടിക്കുള്ള സെറ്റപ്പും റെഡി ആയിക്കൊണ്ട് വരും. എന്താ ഉത്തര കൊറിയ ഈ കാലത്തിനിടയ്ക്ക് എത്ര മിസൈലായിരുന്നു ഈ 108 ദിവസത്തിനുള്ളിൽ? 3 or 4 മിസൈൽ പുള്ളി പരീക്ഷിച്ചു കഴിഞ്ഞു. അതിലൊരെണ്ണം ജപ്പാന്റെ അതിർത്തി കൊണ്ടിടുകയും ചെയ്തു പുള്ളി പരീക്ഷണത്തിനിടയ്ക്ക്. ജപ്പാൻ അമേരിക്കയുടെ നാറ്റോയ്ക്ക് പുറത്തുള്ള സഖ്യം അവിടെ കൊണ്ടിടുകയും ചെയ്തു. കമാന്നൊരു അക്ഷരം അമേരിക്ക പറഞ്ഞില്ല. അതാണ് ഈ താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്നതൊക്കെ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ട്രംപിന്. ഗീർവാണമല്ലാതെ അതിനെ കവിഞ്ഞൊന്നുമില്ല. പക്ഷെ ഈ യുദ്ധത്തിനകത്ത് എന്ത് നേടിയെന്നുള്ളതാണ്. ഒന്നും നേടിയില്ലെന്ന് മാത്രമല്ല, ഇറാന്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു എന്നുള്ളതാണ് കാര്യം. അതായത് ചത്ത് കിടന്ന് അവർക്ക് കുറച്ചുകൂടെ ഊർജ്ജം പകർന്നു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ഈ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ പറ്റും, അവർക്ക് എണ്ണ കച്ചവടം ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഇത് തന്നെ നേരത്തെ ചെയ്താൽ പോരായിരുന്നു. ഈ ബഹളങ്ങൾ വല്ലതും ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഈ യുദ്ധം വരുമ്പോൾ എന്റെ പൊന്നു മനുഷ്യൻ നമ്മളടക്കം നഷ്ടത്തിലാ. 106 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോ 114 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. അതാണ്ട് 7 രൂപയുടെ നഷ്ടം നമുക്ക് ഈ യുദ്ധത്തിൽ നമുക്ക് സാധാരണപ്പെട്ടവർക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വ്യത്യാസം വന്നിട്ടുണ്ട്. 10 രൂപ കിടന്ന ചായക്ക് 12 രൂപയായി, പൊറോട്ടയ്ക്ക് 15 രൂപയായി 10 കിടന്നതിന്. ഇതൊക്കെ ഈ ട്രംപ് വരുത്തി വെച്ച നഷ്ടമാണ് നമുക്ക്. അങ്ങനെ ലോകത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നഷ്ടം എന്ന് പറയുമ്പോൾ ഇതും നഷ്ടമല്ലേ, നമുക്കുണ്ടാകുന്ന നഷ്ടം തന്നെയല്ലേ ഇത്. ഇതുണ്ടാക്കി വെക്കാനല്ലാതെ എന്താണ് പറ്റും? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഈ കാര്യങ്ങളിലെല്ലാം ജനീവയിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതല്ലേ, സമവായത്തിൽ എത്തിയതല്ലേ, ആ രാത്രി സന്തോഷത്തോടെ ഉറങ്ങാൻ പോയതല്ലേ. എന്നിട്ട് ഈ പണി കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു, കുറെ പേർക്ക് ജോലി ഇല്ലാതാക്കി, കുറെ പേരെ കൊന്നു, കൊല വിളിച്ചു എന്നതിൽ കവിഞ്ഞ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഇത് അതാണ് പണ്ട് പറയുന്നത്, യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല. ഇതിപ്പോ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, തകർന്നു കിടക്കുന്ന ഒരു രാജ്യം, അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിഞ്ഞു. 1. 2, അവരുടെ സൈന്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയി. 3, അവരുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന കുത്തിത്തിരിപ്പെല്ലാം മാറിക്കിട്ടി. ഇപ്പൊ അവിടെ നടക്കുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതിതീവ്ര ദേശീയതയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അമേരിക്കയെ ഇപ്പൊ ഭാഗത്തടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു. ഇതൊക്കെയാണ് ആത്യന്തികമായ യുദ്ധത്തിന്റെ ഫലം. അല്ലാതെ ഒന്നും അമേരിക്ക നേടിയില്ല, നേടാനും പോകുന്നില്ല. ഇതൊക്കെ നേരത്തെ തന്നെ ഈ ഒരു അടിയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇതൊക്കെ സാമാന്യതിഥ്യം. ഇത് ഇസ്രായേലിനെ സഹായിക്കാൻ പോയി എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രംപിന്റേതായ ചില ബിസിനസ് താല്പര്യങ്ങൾ അതിപ്പം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പുള്ളിയുടെ മോളും മോനും മരുമോനും ഒക്കെ ചേർന്നിട്ടുള്ള എത്ര കമ്പനികൾ ഇറാനിൽ കൊണ്ട് മുതൽ മുടക്കും എന്നുള്ളത് അത് ഈ 60 ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. 60 ദിവസത്തിനകം ഇതിനകത്തൊക്കെ ധാരണയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിന് ശേഷം അല്ലെ GCC രാജ്യങ്ങൾക്ക് ശേഷം മുതലിറക്കുന്ന എണ്ണക്കച്ചവടം ചെയ്യാൻ പോകുന്ന രാജ്യം ഇറാനായിരിക്കും. അവിടെ നിന്ന് ഇവന്മാരെല്ലാം കൂടെ ചേർന്നൊരു കച്ചവടം നടത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ലാഭകരം തന്നെയാണ്. കാരണം നമുക്ക് അവിടെ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2019 വരെ 20 വരെ എണ്ണ ഇറക്കിക്കൊണ്ടിരുന്നതാണ്. അത് നമുക്ക് ലാഭകരം തന്നെയാണ്. നമ്മുടെ ഈ ക്രൈസിസ് ഒന്ന് മാറുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം.